ഓവർ ടോപ്പിംഗ് എന്ന് വെച്ചാൽ ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം പാസ് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്നത്. ഡാമിൻ്റെ ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്ന സ്പിൽവേയുടെ ക്രസ്റ്റ് ലെവൽ അത് 136 അടിയാണ് മുല്ലപ്പെരിയാറിലുള്ളത്. അതിൻ്റെ 16 അടിയുടെ ഗേറ്റുകളാണ്, ഷട്ടറുകളാണ് ഉള്ളത്. അപ്പോൾ 152 അടിയായി. പിന്നെ അതിന് മുകളിൽ ഒരു 3-4 അടിയോളം ഫ്രീ ബോർഡും ഉണ്ട്. അപ്പോൾ 155 അടി വരെ വെള്ളം വന്നതിന് ശേഷമേ ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം പോവുകയുള്ളൂ. അതിനെയാണ് ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഡാമിനെ സംബന്ധിച്ച് 155 അടിയിൽ മുകളിൽ വെള്ളം വന്നാൽ മാത്രമേ ഈ ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം പോവുകയും അല്ലെങ്കിൽ ഷട്ടറിൻ്റെ മുകളിൽ കൂടി വെള്ളം പോവുകയും ചെയ്യുന്നത്. ഡാമിൻ്റെ മുകളിൽ കൂടി പോകുന്നതിന് മുമ്പായി തന്നെ സ്പിൽവേ ഷട്ടറുകളുടെ മുകളിൽ കൂടി വെള്ളം പോയി തുടങ്ങും. അതിനൊന്നും അനുവദിക്കരുത്. സുപ്രീം കോടതി ഇപ്പോൾ 142 അടി ലെവൽ പറഞ്ഞിരിക്കുകയാണ്. ആ ലെവലിൽ ഷട്ടറുകൾ നമ്മൾ താഴ്ത്തി നിർത്തണം. ഈ ഷട്ടറുകളെ ഇപ്പോഴുള്ള 16 അടി ഷട്ടറുകൾ തീർച്ചയായും ഉടനെ തന്നെ അത് മോഡിഫൈ ചെയ്ത് 142 അടി വെള്ളത്തിൽ ഉൾക്കൊള്ളാൻ അതിന് മുകളിൽ വെള്ളം പൊങ്ങാത്ത വിധത്തിലുള്ള ഷട്ടറുകളാക്കി മാറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഓവർ ടോപ്പിംഗ് നമുക്ക് ഓവർറോൾ ചെയ്യാൻ പറ്റില്ല. അത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിതീവ്ര മഴ വന്നാൽ വെള്ളം ഒഴുകി പല ഭാഗത്തു നിന്നും വന്ന് ഈ 13 വെൻറ്റുവേയിൽ കൂടി പോകുന്ന അതേ ഫ്ലഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്താൽ ഈ ഡാമിനെ നമുക്ക് കൺട്രോളില്ലാതെ വെള്ളം പോവാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഡാമിൻ്റെ ഓവർ ടോപ്പിംഗ് ഒഴിവാക്കുന്നതിനും ഡാമിൻ്റെ വെള്ളം സുപ്രീം കോടതി പറഞ്ഞ ലെവലിൽ സൂക്ഷിക്കുന്നതിനും വേണ്ടി നിലനിർത്തുന്നതിനും വേണ്ടി ഈ ഷട്ടറുകൾ മോഡിഫൈ ചെയ്യണം എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ തമിഴ്നാടിനും കേരളത്തിനും ഇതിന് ഈ വിധി ബാധകമാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധിയാണ്. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഷട്ടർ 142 അടിയോ അല്ലെങ്കിൽ 144 അടിയോ ആക്കി നിർത്തിയിട്ട് ഈ സുപ്രീം കോടതി പറഞ്ഞ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു 3 അടി ഫ്രീ ബോർഡ് കൂടി വിടുകയാണെങ്കിൽ 141 അടിയിൽ അല്ലെങ്കിൽ ഒരു 140 അടിയിലുള്ള ഷട്ടറുകൾ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം വന്നാൽ ഷട്ടറുകൾ പൊക്കി വെള്ളം സ്പിൽവേ വഴി പാസ് ചെയ്യണം. 140 അടി എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഫ്രീ ബോർഡ് കൂടി കണക്കാക്കിയിട്ടാണ്. 144 എന്ന ലെവലിൽ കൂടാതിരിക്കാനാണ്. വെള്ളം അതിന് മുകളിലേക്ക് ഉയർന്ന് കയറിയാൽ അത് കോടതി അലക്ഷ്യമാണ്. കോടതി വിധിയെ മാനിക്കാതിരിക്കാനുള്ള തമിഴ്നാടിൻ്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് മോണിറ്റർ ചെയ്യണം. ഇത് വാട്ടർ ലെവൽ മാനുവലായിട്ടാണ് ഇപ്പോൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ മോണിറ്ററിംഗ് സംവിധാനം AI ക്യാമറ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റീഡിങ് പൊതുജനങ്ങൾക്കും അതായത് മീഡിയകളുടെ ഓഫീസുകളിലും ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഓഫീസിലും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കും ആ ലെവലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു AI ക്യാമറ വെച്ച് 1, 2, 3 AI ക്യാമറകൾ വെച്ച് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ തമിഴ്നാട് നമ്മളെ തരുന്ന റീഡിങ് അവർ തരുന്ന റീഡിങ്ങാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അതിലത് മായം ചേർക്കും. അത് നമുക്ക് ഭീഷണിയായിട്ട് വരും. അതുകൊണ്ട് വെള്ളം ലെവല് മാനുവലായിട്ട് എടുക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക് ക്യാമറകൾ സംവിധാനത്തിൽ ഇത് എടുക്കാനാണ് നല്ലത്. അത് തമിഴ്നാടിനും കേരളത്തിൻ്റെ ഓഫീസുകളിലും എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് കിട്ടുകയും ഉടനെ തന്നെ അതിന് വേണ്ട ഷട്ടറുകൾ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ആസൂത്രണം ചെയ്യാൻ സാധിക്കുകയും വേണ്ടതായ സമയത്ത് അതിൻ്റെ വാണിംഗ് സംവിധാനങ്ങൾ നടത്താനും സാധിക്കും. അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ പോകും. അത് ഡാമിനെ ഡിസ്ട്രസിലേക്ക് നയിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക് റീഡിംഗ് സംവിധാനം 140 അടിയുടെ ഷട്ടറാക്കി നിർത്തൽ ഇവ മുൻകൂട്ടി നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ വെള്ളം 155 അടി വെള്ളം ഉയരത്തിൽ പോവുകയും ഡാം ഓവർ ടോപ്പ് ചെയ്യുകയും ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം പോവുകയും അത് ഒരു ഡിസാസ്റ്ററിലേക്ക് എത്തിക്കുകയും ചെയ്യില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. മുല്ലപ്പെരിയാർ ഡാം എൻ്റെ ഏറ്റവും മുകളിലത്തെ ഡാമാണ്. പെരിയാറിലെ ഏറ്റവും മുകളിലത്തെ ഡാമാണ്. ഏറ്റവും ഉയരത്തിലുള്ള ഡാമാണ്. അത് എന്തെങ്കിലും ഫെയിലിയർ പറ്റിയാൽ നേരെ വരുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. മുല്ലപ്പെരിയാറിൽ തന്നെ 3 ഡാമുകളുണ്ട്. അതുപോലെ ഇടുക്കിയിൽ മെയിനായിട്ട് 3 ഡാമുകളുണ്ട്. ഇടുക്കി ഡാം കോംപ്ലക്സിൽ അല്ലെങ്കിൽ ഇടുക്കി റിസർവോയറിൽ മൊത്തത്തിൽ 8 ഡാമുകളുണ്ട്. പക്ഷേ
ഈ 3 മെയിൻ ഡാമുകളാണ് ഉള്ളത്. ഒന്ന് ഇടുക്കി ആർച്ച് ഡാം, 2 ചെറുതോണി ഡാം, പിന്നെ കുളമാവ് ഡാം. ബാക്കി ഉള്ളതെല്ലാം സാലിൽ ഡാമും ചെറിയ ഡാമുകളാണ്. ഇടുക്കി ഡാം ഫുൾ റിസർവെയർ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാറിൽ ഒരു അതിതീവ്രത ഉള്ള മഴ വരികയാണെങ്കിൽ അതേ മഴ ഇടുക്കിയിലും കിട്ടും. അപ്പോൾ ഇടുക്കിയിലെ വെള്ളം, ഇടുക്കിയിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പായി മുല്ലപ്പെരിയാറിലും മഴ കനത്തതുകൊണ്ട് വെള്ളം വരികയും ആ ഡാമിൻ്റെ FRL കണ്ടീഷനിലുള്ള വെള്ളത്തെ ഷട്ടർ വഴി അല്ലെങ്കിൽ ഗേറ്റുകൾ വഴി പാസ് ചെയ്ത് പെരിയാറിൽ എത്തിക്കുന്നതിന് സമയമെടുക്കുകയും ആ വെള്ളത്തിൻ്റെ ലെവൽ താഴാതിരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴാണ് ഇടുക്കിക്ക് ഭീഷണി വരുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം, ധാരാളം വെള്ളം ഒഴുകി വരുന്നത് കൊണ്ടോ ഇടുക്കി ഡാമിൽ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈ ഇടുക്കി ഡാമിൻ്റെ ഒരു ഫെയിലിയറും ഉണ്ടാവില്ല. സ്ട്രക്ചറുകളെല്ലാം ഇടുക്കി ഡാമിൻ്റെ, ചെറുതോണിയിലെ ഗ്രാവിറ്റി ഡാമിൻ്റെയും കുളമാവ് ഗ്രാവിറ്റി ഡാമിൻ്റെയും സ്ട്രക്ചറിന് ഒന്നും സംഭവിക്കില്ല. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഇടുക്കിയിലെ ലെവല് 2403 എന്നതിന് പകരം 2400 വരെ വെള്ളം ഓരോ മാക്സിമം എത്താവുന്ന വിധത്തിൽ മാത്രമേ അവിടെ ആ ലെവലുകൾ ഓരോ 10 ദിവസവും കൂടുമ്പോഴും മഴയുടെ അളവും ഓരോ ഡേറ്റ് വൈസായി ഇത്ര ലെവൽ വെള്ളം നിർത്താവൂ എന്ന് ഒരു റൂൾ കർവ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടി ഒരു കർവ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ 10 ദിവസത്തെയും ഇൻ്റർവെല്ലിൽ ഇടുക്കിയിൽ എത്ര ലെവൽ വരെ വെള്ളം സംഭരിക്കാവൂ എന്ന ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. അതനുസരിച്ചാണ് അവിടുത്തെ ഗേറ്റുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതും ജനറേഷൻ നടത്തുന്നതും വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതുകൊണ്ട് ഇടുക്കി ഡാമിൽ വെള്ളം FRL കണ്ടീഷനിൽ അല്ലാത്ത സമയത്ത് എങ്ങനെയായിരുന്നാലും FRLിൽ കൊണ്ട് നിർത്താറില്ല. മഴ വന്നാൽ FRL എത്തിയാലും 5 അടി കൂടി വേറെ ഫ്രീ ബോർഡ് വേറെയുണ്ട്. അപ്പോൾ 8 അടി ലെവലിൽ വെള്ളം പരന്നു കിടക്കുന്ന 8 അടി ലെവലിൽ FRL കണ്ടീഷനിൽ 5 അടി ഫ്രീ ബോർഡ് കൂടി ചേർന്ന് 2400 ആക്കി നിർത്തിയാൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് എത്ര വെള്ളം വന്നാലും അവിടെ കണ്ടെയ്ൻ ചെയ്യാനും നമ്മുടെ ഇടുക്കി ഡാമിലെ ഗേറ്റുകൾ വഴി തുറന്ന് പുറത്തേക്ക് പെരിയാറിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനും അത് സാധിക്കുന്നു. ഈ വെള്ളം വരുന്നത് നേരെ ലോവർ പെരിയാർ ഡാമിലേക്കാണ്. ലോവർ പെരിയാർ ഡാമിലെ ഷട്ടറുകൾ, അവിടെ 7 ഷട്ടറുകളുണ്ട്. അത് എല്ലാം ഇതിൻ്റെ റൂൾ കർവ് ഫോളോ ചെയ്ത് ഈ ഇടുക്കിയിലെ വെള്ളം അവിടെയും കണ്ടെയ്ൻ ചെയ്യാവുന്നതും അതുപോലെ താഴോട്ട് തുറന്നു വിടാനും വിധത്തിൽ ഡേറ്റ് വൈസായി ഓരോ സ്പിൽവേയുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി കർവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിന് ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചാർട്ട് അനുസരിച്ച് വെള്ളം തുറന്നു വിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായുള്ള സംവിധാനം ഇപ്പോൾ ലോവർ പെരിയാറിലുമുണ്ട്. ഈ വെള്ളം വരുന്നത് നേരെ ലോവർ പെരിയാറിൽ നിന്നുള്ള വെള്ളം പോകുന്നത് തോട്ടിയാർ എന്ന ഒരു സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റിലാണ്. തോട്ടിയാർ പ്രോജക്റ്റിലെ വെള്ളവും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ഭൂതത്താൻകെട്ട് റിസർവയറിലേക്കാണ്. നമ്മുടെ ഇറിഗേഷൻ്റെ ഭൂതത്താൻകെട്ട് റിസർവയറിലേക്ക് പോകുന്ന വെള്ളം അവിടുത്തെ ഷട്ടറുകൾ ഈ വെള്ളത്തെ തുറന്ന് പെരിയാറിൽ പാസ് ചെയ്യുന്ന വിധത്തിലാക്കി അതിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവില്ല. ഈ പക്ഷേ പെരിയാറിലെ ലോവർ റീച്ചുകളിലുള്ള ഫ്ലഡിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് അറബിക്കടലിൽ എത്തുന്നത് വരെ ചെറിയ ഫ്ലഡിങ് അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത, നമുക്കത് നമ്മുടെ കൺട്രോളിലായിരിക്കും. എവിടെയെല്ലാം വെള്ളം പൊങ്ങും എന്നതെല്ലാം നമുക്ക് മാപ്പ് ചെയ്ത് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഡാം ബ്രേക്ക് അനാലിസിസും അനുസരിച്ച് അവിടുത്തെ ലോവർ റീച്ചിലെ ഫ്ലഡിങ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആരെല്ലാം മാറ്റി പാർപ്പിക്കണം എന്ന കാര്യവും അതിനകത്ത് ഏതെല്ലാം ലെവലിൽ വെള്ളം വരും എന്നതിൻ്റെ അളവും നമുക്ക് ലഭിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. അത് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും.